celebrating 13 colorful years of capturing heartbeats of Keralites and broadcasting to the world. This program brought to you by Abraham and Associates. We are dream sellers. We help families build a bright future. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ. I love myself. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Faith Holidays, America's finest tour operator. To book a trip, call 1-888-91-FAITH. State Farm Insurance, Michael Therian. Keep the memories alive with Mukut Monuments. Heads Brokery 516-433-4310. Global Collision and Repair Works, 333 North Route 9 West, Congress, New York. Media App USA. Download Media App USA now on any of the streaming devices. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA on any of your streaming device or in smart television. കേരള അസോസിയേഷന്റെ 2024 എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കും കാഞ്ച് നെക്സ്റ്റ് ജെൻ ഫോക്കസ് ഗ്രൂപ്പിനും അഭിമാനിക്കാവുന്ന നേട്ടമാണ് കാഞ്ച് മലയാളം അക്കാദമി. 100% വോളണ്ടിയർ സഹായത്തോടെ പൂർണ്ണമായും സൗജന്യമായി നടന്നുപോകുന്ന ഒന്നാണ് കാഞ്ച് മലയാളം ക്ലാസുകൾ. മാർച്ചിൽ ആരംഭിച്ച ആദ്യ ബാച്ചിൽ 150ഓളം കുട്ടികളാണ് ഒരൊറ്റ ദിവസം കൊണ്ട് രജിസ്റ്റർ ചെയ്തത്. സ്ഥലപരിമിതി മൂലം രജിസ്ട്രേഷൻ നിർത്തിവെക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായത്. സൂം കോളുകളിൽ ഒതുക്കി നിർത്താതെ ക്ലാസുകൾ നടത്താനായിരുന്നു കാഞ്ച് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഉറച്ച തീരുമാനം. ഇത്രയധികം കുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന കാര്യത്തിൽ ഉണ്ടായിരുന്ന സംശയം വോളണ്ടിയേഴ്സായി 20ഓളം പേർ കടന്നുവന്നതോടെ ഇല്ലാതായി. കുട്ടികളുടെയും മാതാപിതാക്കളുടെയും സഹകരണമാണ് അക്കാദമിയുടെ വിജയത്തിന്റെ പിന്നിലുള്ള പ്രധാന ഘടകം. 20 വർഷം മുൻപ് കാഞ്ച് മലയാളം ക്ലാസുകൾ കൈകാര്യം ചെയ്തിരുന്ന ജെയ്സൺ അലക്സും അന്നത്തെ പ്രിൻസിപ്പൽ ചിത്ര മേനോനും ഉത്സാഹത്തോടെ നിന്നതോടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ആത്മവിശ്വാസം വർദ്ധിച്ചു. ഇതിന്റെ പ്രതിഫലനമാണ് 6 മാസത്തിനിപ്പുറം നിറഞ്ഞു നിൽക്കുന്ന ഇന്നത്തെ കാഞ്ച് മലയാളം അക്കാദമി. ജേഴ്സി സിറ്റി, സൗത്ത് ജേഴ്സി തുടങ്ങിയ ഇടങ്ങളിൽ പുതിയ ക്ലാസുകൾ ആരംഭിക്കണമെന്നാണ് സംഘാടകരുടെ ആഗ്രഹമെന്ന് പ്രസിഡന്റ് ബൈജു വർഗീസും സ്കൂൾ പ്രിൻസിപ്പൽ നാസർ ഹുസൈൻ, കാഞ്ച് മലയാളം അക്കാദമി കോർഡിനേറ്റേഴ്സായ രശ്മി വിജയൻ, ട്രഷറർ നിർമ്മൽ മുകുന്ദൻ എന്നിവർ അഭിപ്രായപ്പെട്ടു. ഈ 2 സെന്ററുകൾ കൂടി ആരംഭിച്ചാൽ കുട്ടികളുടെ എണ്ണം 200 കടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കേരള സർക്കാരിന്റെ കീഴിലുള്ള കേരളം മലയാളം മിഷനുമായി സഹകരിച്ചുകൊണ്ട് കേരള അസോസിയേഷൻ ഓഫ് ന്യൂജേഴ്സി ഒരു മലയാളം ചാപ്റ്റർ തുടങ്ങാനുള്ള തീരുമാനം എടുത്തപ്പോൾ ആദ്യം ഉയർന്നു വന്ന ചോദ്യം നമ്മുടെ കുട്ടികൾ മലയാളം പഠിച്ചിട്ട് എന്തിനാണെന്നതാണ്. ഒന്നിൽ കൂടുതൽ ഭാഷകൾ പഠിക്കുന്നത് കുട്ടികളുടെ അക്കാദമിക നിലവാരം ഉയർത്തുകയും സർഗാത്മകത വളർത്തുകയും ഓർമ്മശക്തിയും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുകയുമൊക്കെ ചെയ്യുമെന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട സംഗതിയാണ്. പക്ഷെ അതിനേക്കാളേറെ നമ്മൾ മലയാളം പഠിക്കുമ്പോൾ നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു വാഹനമായി കൂടി ഈ ഭാഷാ പഠനം മാറുകയാണ്. നമ്മുടെ പാട്ടുകളും കഥകളും സിനിമകളും മറ്റ് സാംസ്കാരിക കലാരൂപങ്ങളും നമ്മുടെ അടുത്ത തലമുറ നിലനിർത്താൻ പോകുന്നത് ഇത്തരം മലയാളം ഭാഷാ പഠനത്തിലൂടെയാണ്. ഇങ്ങനെയുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് കേരള മലയാളം മിഷന്റെ സഹകരണത്തോടെ കാഞ്ച് മലയാളം അക്കാദമി ആരംഭിച്ചത്. വോളണ്ടിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സൗജന്യമായി പരിശീലനം നൽകിയാണ് അധ്യാപകരെ വളർത്തിയെടുക്കാൻ സാധിച്ചത്. 100% വോളണ്ടിയർ സഹായത്തോടെ പൂർണ്ണമായും സൗജന്യമായി നടന്നുപോകുന്ന ഒന്നാണ് കാഞ്ച് മലയാളം ക്ലാസുകൾ. ഏതാണ്ട് 25ഓളം സന്നദ്ധ പ്രവർത്തകർക്ക് കേരളം മലയാളം മിഷൻ ട്രെയിനിംഗ് നൽകി. 12ഓളം മുഴുവൻ സമയ പ്രവർത്തകരും 8ഓളം മറ്റുള്ളവരും ഇപ്പോഴും കട്ടയ്ക്ക് കൂടെയുണ്ട്. 150ഓളം പാഠപുസ്തകങ്ങൾ കേരളം മലയാളം മിഷൻ സൗജന്യമായി പഠിതാക്കൾക്ക് നൽകി. അമേരിക്കയിൽ താമസിക്കുന്ന ഒരു കുട്ടി കേരളത്തിൽ തന്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും കൂടെ താമസിക്കാൻ പോകുന്ന ഒരു സാങ്കല്പിക സന്ദർഭത്തെ അടിസ്ഥാനമാക്കി വീഡിയോ, രസകരമായ കളികൾ, പാട്ടുകൾ ഒക്കെ ഉൾപ്പെടുത്തിയുള്ള പഠന രീതിയാണ് നമ്മൾ പിന്തുടരുന്നത്. പഠന സഹായം പൂർണ്ണമായും കേരള മലയാളം മിഷന്റെ സഹായത്തോടെയാണ്. ഈ ക്ലാസുകളിൽ വോളണ്ടിയർ ചെയ്യുന്നവർക്ക് കേരള സർക്കാർ അംഗീകൃത അധ്യാപകരായി അംഗീകരിച്ചുകൊണ്ടുള്ള ID കാർഡുകൾ 1 വർഷം പൂർത്തിയാകുമ്പോൾ നൽകും. കണിക്കൊന്ന എന്ന ആദ്യ ക്ലാസ് 2 വർഷങ്ങൾ കൊണ്ട് പൂർത്തിയാക്കുന്ന രീതിയിലാണ് ഇതിന്റെ സിലബസ്. ഗൾഫ് രാജ്യങ്ങളിലോ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലോ താമസിക്കുന്ന മലയാളി കുട്ടികളിൽ നിന്ന് നമ്മുടെ കുട്ടികൾ വ്യത്യസ്തരായിരിക്കാൻ ഒരു കാരണം നമ്മുടെ പല കുട്ടികളും വീട്ടിൽ മലയാളം 1ാം ഭാഷയായി സംസാരിക്കുന്നില്ല എന്നതാണ്. നമ്മുടെ കുട്ടികൾ മലയാളം പറഞ്ഞു തുടങ്ങിയിട്ട് വേണം അവരെ വായിക്കാനും എഴുതാനും പഠിപ്പിക്കാൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളെ മലയാളം സംസാരിക്കാൻ പഠിപ്പിക്കാൻ ഡുവോലിംഗോ മാതൃകയിൽ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യുന്ന കാര്യം കേരള മലയാളം മിഷനുമായി സംസാരിച്ചിട്ടുണ്ട്.
കാഞ്ച് അതിനുവേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനുള്ള സപ്പോർട്ട് നൽകാനുള്ള ചർച്ചകൾ നടക്കുന്നു. ലോകത്താകമാനമുള്ള മലയാളി കുട്ടികൾക്ക് സഹായകമാകുന്ന ഒന്നായി ഈ ആപ്ലിക്കേഷൻ മാറണമെന്നാണ് കേരളം അസോസിയേഷൻ ഓഫ് ന്യൂജേഴ്സിയുടെ ആഗ്രഹം. കാഞ്ച് മലയാളം അക്കാദമിയുടെ അടുത്ത ബാച്ച് ഈ സെപ്റ്റംബറിൽ തുടങ്ങും. അതിനുള്ള രജിസ്ട്രേഷൻ നടപടികൾ ഈ മാസം തന്നെ തുടങ്ങാനാണ് പ്ലാൻ. ഏവരുടെയും പൂർണ്ണ സഹകരണം പ്രതീക്ഷിക്കുന്നു. ഇതിന്റെ വിജയത്തിൽ അക്കാദമി പ്രിൻസിപ്പൽ നാസർ ഹുസൈന്റെ കഠിനാധ്വാനം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ്. ഇപ്പോൾ നടക്കുന്ന ക്ലാസുകളിൽ വോളണ്ടിയർ ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷ നന്ദി അറിയിക്കുന്നതായി പ്രസിഡന്റ് ബൈജു വർഗീസ്, സെക്രട്ടറി ടോം നെറ്റിക്കാടൻ, ട്രഷറർ നിർമ്മൽ മുകുന്ദൻ, വൈസ് പ്രസിഡന്റ് സോഫിയ മാത്യു, ജോയിന്റ് സെക്രട്ടറി ഖുർഷിദ് ബഷീർ, ജോയിന്റ് ട്രഷറർ ടോം വർഗീസ്, ദയ ശ്യാം, രശ്മി വിജയൻ, ജോർജി സാമുവൽ, ജിജീഷ് തോട്ടത്തിൽ, കൃഷ്ണ പ്രസാദ്, അസ്ലം ഹമീദ്, അനൂപ് മാത്യൂസ്, മുൻ പ്രസിഡന്റ് വിജേഷ് കാരാട്ട് എന്നിവർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.